നമസ്കാരം അമ്മേ. നമസ്കാരം. 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 ഇരിക്കൂ. എന്തൊക്കെയുണ്ട് ഉണ്ണിത്താനെ വിശേഷങ്ങള്? ഇങ്ങോട്ട് കണ്ടിട്ട് കുറെ നാളായല്ലോ. കുറെ നാള് മധുരയിലായിരുന്നു അമ്മേ, അതാ കാണാതിരുന്നത്. നിങ്ങളുടെ മന്ദാകിനി ടെക്സ്റ്റൈൽസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നമ്മേ. അതിന്റെ ഒരു കാര്യം സംസാരിക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കല്യാണ സാരിയുടെ ഓർഡർ കൊടുക്കാൻ വന്നതായിരിക്കും. ഈ കച്ചവടം ഞാനിപ്പൊ ശരിയാക്കി കൊടുക്കാം. ഇതെന്താ ഈ വീട്ടിനകത്തൊക്കെ വടം കെട്ടിയിട്ടിരിക്കുന്നത്? ഒരു വടംവലി മത്സരത്തിനുള്ള സൗകര്യമൊക്കെ ഇതിനകത്തില്ലേ ഉണ്ണിത്താനെ? എന്നാ പിന്നെ വടംവലി കുടുംബാംഗങ്ങൾ തമ്മിലാവാമെന്ന് തോന്നി. മാത്രമല്ല, ആരും അന്യരല്ല എന്ന് പറയുമ്പോഴും എല്ലാവരും അന്യരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം. തൽക്കാലം അത്രയൊക്കെ അങ്ങ് കരുതിയാ മതി. ആ, ഉണ്ണിത്താൻ വന്ന കാര്യം പറയേ. അതായത് മന്ദാകിനി ടെക്സ്റ്റൈൽസിന് വേണ്ടി മംഗല്യപ്പുടവകളുടെ ഒരു ഓർഡർ തരാൻ വേണ്ടി വന്നതാ. എന്നുവെച്ചാൽ ബൾക്കായ സാരികളുടെ ഒരു ഓർഡർ. കൊച്ചുപൂച്ച പച്ചമീൻ കണ്ട പോലത്തെ ഒരു ചിരി. വളർത്തമ്മയ്ക്കും ദത്തുപുത്രിക്കും. ഇത് ഞാൻ ഇപ്പൊ കലക്കാം. ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കല്യാണം നടത്തുന്ന ആർക്കും മ്യൂറൽ പെയിന്റിംഗ് ചെയ്ത ചെമ്പകമംഗലം സാരികൾ ഒഴിവാക്കാനാവില്ല. ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷമാ ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഓ, അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അമ്മ ഈ ഓർഡർ ഞങ്ങൾക്ക് തരണം. എന്തു പറയുന്നു മോളെ? വളരെ നല്ല കാര്യമല്ലേ അമ്മ, നമുക്ക് ഈ ഓർഡർ ഏറ്റെടുക്കാം. നന്ദിനി മോൾ പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല ഉണ്ണിത്താനെ. ഈ ഓർഡർ സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കാം. ഇക്കാലത്ത് പണമിടപാടുകളെല്ലാം ഓൺലൈൻ ട്രാൻസ്ഫറാ. പക്ഷേ ഇത് ദൈവാധീനമുള്ള വലിയൊരു കാര്യമാ. അതുകൊണ്ട് ഞാൻ ക്യാഷായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. 1,00,000 രൂപ അഡ്വാൻസ്. നിക്ക് അങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ വരട്ടെ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണല്ലോ. ഏതെങ്കിലും ഏടാ കൂടാണോ? ഹലോ ചേച്ചി, ഇത് ഞാനാ, വൈശാഖ്. അയ്യോ, എന്റെ നമ്പർ പോലും ഞാൻ ഇതിന്ന് ബ്ലോക്ക് ചെയ്തതാണല്ലോ. ഇത് വേറെ സിമ്മ. നീ മേലാൽ എന്നെ വിളിച്ചു പോരുത് ചേച്ചി. നിന്റെ പേര് ഉച്ചരിച്ചു പോയാ എന്റെ ചെകിട്ട് തടിച്ച് ഡിവോഴ്സ് ചെയ്യുന്ന ജഗദീഷേട്ടൻ പറഞ്ഞിരിക്കുന്നെ. എന്റെ ജീവിതം തൊലക്കല്ലേടാ നീ. ചേച്ചി, ഞാൻ ചേച്ചിയോടൊരു കാര്യം പറഞ്ഞോട്ടെ? എനിക്കൊരു ചുക്കും കേക്കണ്ട. നീ എന്തൊക്കെ മര്യാദ കേടാടാ കാണിച്ചത്? നീ ചെറിയ കാര്യം വല്ലതാണോ കാണിച്ചത്? ACPയുടെ ഭാര്യ അടിച്ചോണ്ടല്ലടാ മുങ്ങിയത്. അവൻ ആ കാർത്തി, അവൻ മത ഇളകി ഒറ്റയാനെ പോലെ ചിഹ്നം വിളിച്ചോണ്ട് നടക്കുന്നത്. അവൻ എവിടെ ഇട്ടെങ്കിലും നിന്നെ പിടിക്കും, തള്ളി കൊല്ലുകയും ചെയ്യും. വെറുതെ പേടിപ്പിക്കാതെ ചേച്ചി. ഞാനൊരു സത്യം പറഞ്ഞതല്ലേടാ. കൊല്ലാതെ വിടാൻ അവന് സന്മനസ് തോന്നിയോ? ഉറപ്പായും നിന്റെ കയ്യും കാലും അവൻ ഒടിക്കും.
പിന്നെ ഞണ്ട് നടക്കുന്നത് പോലെ നിനക്ക് നടക്കാം. ഹാ, കപ്പലണ്ടി വിറ്റ് ജീവിക്കാനാ നിന്റെ വിധി. ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ശപിക്കാതെ ചേച്ചി. പിന്നെ ശപിക്കാതെ സ്തുതിക്കാൻ നീ പുണ്യകാര്യമല്ലേ ചെയ്തത്. ഈ ചെമ്പകമംഗലത്തെ ഒരു മഹാറാണിയെ പോലെ വിലസി നടന്നവളെ ഈ മാലതി. ഇപ്പൊ ദേ ഇവിടെ എനിക്ക് വോയിസേ ഇല്ല. ഇവിടെ എനിക്ക് ശബ്ദിക്കാൻ അവകാശമില്ല. ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാ. ചേച്ചി ചേച്ചി എന്നെ കുറ്റപ്പെടുത്തിക്കോ, അതിന് ഞാൻ അർഹനാണ്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. എന്താണ് നിന്റെ അവസ്ഥ? എന്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല ചേച്ചി.